ഇന്നലെ നമ്മൾ സംസാരിച്ച വീഡിയോയുടെ തുടർച്ചയാണ്. അതായത് ഡെങ്കിപ്പനിയുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 3 to 10 days ആണ്. അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കൊതുക് നമ്മളെ കടിച്ചാൽ നമ്മൾക്ക് ഡെങ്കിപ്പനി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോ ഒന്നും അല്ല വെയിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ദിവസമൊന്നുമല്ല. 3 ദിവസം മുതൽ 10 ദിവസത്തിന് ഇടയിലായിരിക്കും അതിൻ്റെ ഒരു സിംറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതിനെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് നമ്മുടെ മെഡിക്കൽ ടെർമിനോളജിയിൽ പറയുന്നത്. അപ്പം ഡെങ്കിപ്പനിയുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 3 to 10 days ആണ്. അത് കൊതുക് കടി കൊണ്ടാൽ 3 മുതൽ 10 ദിവസത്തിനിടയ്ക്കാണ് ഇതിൻ്റെ സിംറ്റംസ് ശരീരത്തിലുണ്ടാവുന്നത്. ഇതിന് 3 സ്റ്റേജാണുള്ളത് ഡെങ്കിപ്പനിക്ക്. ഫസ്റ്റ് ഫെബ്രൈൽ സ്റ്റേജാണ്, അതായത് പനിയുടേതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാകുന്നു, അമിതമായ ക്ഷീണം, ഓക്കാനം, ഛർദി. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു തുടങ്ങുന്നു എന്നുള്ളതാണ്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു തുടങ്ങി ഇന്നലെ പറഞ്ഞ പോലെ എത്രത്തോളം കുറയുന്നു എന്നുള്ളതിനെ പറ്റിയും എത്രത്തോളം കുറഞ്ഞു വരുന്നു, എവിടം വരെ പോകുന്നു എന്നുള്ളതിനെ പറ്റിയിരിക്കും ആ വ്യക്തിക്ക് ആ അസുഖം വന്നതിനെ പറ്റി ഉണ്ടാകുന്ന സിവിയാരിറ്റി ഉണ്ടാവും. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ അപ് ടു 20,000 താഴെ പോകുന്ന ആൾക്കാരുണ്ട്. അതേസമയം 1 lakhനകത്ത് താഴെ പോയിട്ട് 1.2 lakhനകത്ത് നിന്നിട്ട് പിന്നെ കയറുന്ന ആൾക്കാരുണ്ട്. അതേസമയം ഈ കൗണ്ട് എത്രത്തോളം കുറയുന്നു എന്നതിന് അനുസരിച്ചിരിക്കും അതിൻ്റെ കാഠിന്യം വരുന്നത്. അപ്പോൾ അതാണ് ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. മൂന്നാമത്തത്, ഈ കൗണ്ട് ഒരു നിശ്ചിത അളവ് വരെ കുറഞ്ഞതിന് ശേഷം പിന്നെ അത് കയറി നോർമലിലേക്ക് വരുന്നു. ആ ഒരു സ്റ്റേജാണ് മൂന്നാമത്തെ സ്റ്റേജ്. അത് റിക്കവറി സ്റ്റേജാണ്. ഓക്കെ, അപ്പോൾ ഈ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് നമ്മൾ എപ്പോഴും ഭയങ്കരമായ തീവ്ര പരിചരണം കൊടുക്കേണ്ടതും ബ്ലഡ് മോണിറ്ററിംഗ് ഒക്കെ ചെയ്യേണ്ടുന്ന സമയം. അതുകൊണ്ട് തന്നെയാണ് പല മരണങ്ങളും സംഭവിക്കുന്നത് ഈ ക്രിട്ടിക്കൽ പീരീഡിലാണ്. ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സാധാരണ ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണ ഒരു വൈറൽ പനിയോ മൂലം ഉണ്ടാകുന്ന പനിയോ 2 മുതൽ 3 ദിവസത്തിനിടയ്ക്ക് തന്നെ അതിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ വന്നിട്ട് മാറാറുണ്ട്. അതേസമയം ഡെങ്കിപ്പനിക്ക് 2 to 7 days വരെ അതിൻ്റെ ശക്തമായ ടെമ്പറേച്ചർ നിലനിൽക്കും. നമ്മൾ ഓർക്കും 4 ദിവസമായിട്ടും പനി മാറുന്നില്ലല്ലോ, 5 ദിവസമായിട്ടും പനി മാറുന്നില്ലല്ലോ. അല്ല, ഡെങ്കിക്ക് അങ്ങനെയാണ്. ഒരു 7 ദിവസം വരെ ടെമ്പറേച്ചർ നിൽക്കും. ഹൈ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അതിന് മാനേജ് ചെയ്യാനായിട്ട് അതനുസരിച്ചുള്ള മരുന്നുകൾ ഹോമിയോപ്പതിയിലാണെങ്കിലും ലഭ്യമാണ്. അങ്ങനെ അതിനെ ടെമ്പറേച്ചറിനെയും മറ്റു ലക്ഷണങ്ങളെയും മാനേജ് ചെയ്തുകൊണ്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എത്രത്തോളം കുറയുന്നു എന്നുള്ളതിനെയാണ് മോണിറ്റർ ചെയ്യേണ്ടതും. അത് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ കാരിക പപ്പായ മദർ ടിഞ്ചറാണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഇത് പറയാൻ വിട്ടുപോയിട്ടാണ് വീണ്ടും ഒരു വീഡിയോ പോലെ ചെയ്യേണ്ടി വന്നത്. ഓക്കെ, താങ്ക് യു.